ഇനി നമ്മക്കൊരു പാരയാകുന്ന ലക്ഷണമാണ്. പ്രിയപ്പെട്ട യൂട്യൂബ് നിവാസികളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്ന പട്ടമാണ് ചന്നകേശവ റെഡ്ഡി. സമർസിംഹാറെഡ്ഡി സംസാക്കുള്ള റൊട്ടിയാ യോ സമർസിംഹാറെഡ്ഡിയാ. ഈ സിനിമയിൽ നമ്മുടെ ഗാരുവിന് ഡബിൾ റോളാണ്, അച്ഛനും മകനും. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ. അതുകൂടാതെ നമ്മുടെ ഗാരുവിന് രണ്ട് നായികമാരുണ്ട്, ഒരെണ്ണം തന്തയുടെ നായികയും ഒരെണ്ണം മകന്റെ നായികയും. സ്വാഭാവികം. കഥ തുടങ്ങുന്നത് നമ്മുടെ മകൻ ഗാരു വായിൽ കുളക്കട്ടയും വെച്ച് ബൈക്ക് ഓടിച്ചു വരുന്നതാണ്. ഇതിലും മോശമായിട്ടൊരു നടന്റെ ഇൻട്രോ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മുടെ ഗാരു ഈ സിനിമയിൽ ഒരു ഡിവൈഎസ്പി ആണ്. ഗാരുവിന്റെ പേര് ഭരത്. ഗാരു എല്ലാ സിനിമയിലും കണക്ക് തന്നെ ഈ സിനിമയിലും ജട്ടി അകത്തിരുന്ന ഒരു സൂപ്പർമാനാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മണ്ടന്മാരായ തീവ്രവാദികളുള്ളത് ഈ സിനിമയിലാണ്. സാധാരണ ഒരാൾ എങ്ങനെയാണ് കണ്ടെയ്നറിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്നത്? കണ്ടെയ്നറിന്റെ ഏറ്റവും അറ്റത്ത് മിണ്ടാതെ ഉരിയാടാതെ അവിടെ ചെന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കും. പക്ഷെ ഇവന്മാരങ്ങനല്ല. ഇവന്മാര് കണ്ടെയ്നറിന്റെ ഡോറിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒളിച്ചിരിക്കും. ഇവന്മാരുടെ ഷൂ കണ്ടിട്ട് ഗാരു ഇവന്മാരെ വെടിവെച്ച് കൊല്ലും. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. മെയിൻ തീവ്രവാദി പോലീസുകാരുടെ കണ്ണും വെട്ടിച്ച് കാർ എടുത്ത് കടന്നു കളയും. പക്ഷെ നമ്മുടെ ഗാരു അതിസാഹസ്യമായിട്ട് അവനെ പിടിക്കും. എങ്ങനെയാന്നല്ലേ, ഗാരു കണ്ടെയ്നറിന്റെ ഉള്ളിൽ നിന്ന് ജീപ്പ് ജമ്പ് ചെയ്ത് വില്ലന്റെ കാറിലേക്ക് ഇടിച്ചിറങ്ങും. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എങ്ങനെയാ നടക്കണേന്ന്. ഇതൊക്കെ നടക്കും, കാരണം ഇത് നമ്മുടെ ബാലയ ഗാരുവിന്റെ പടമാണ്. നോ ലോജിക് ഒൺലി മാജിക്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? നമ്മുടെ നായികയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവളൊരു പോലീസ് ഐജിയുടെ മകളാണ്. അതുകൊണ്ട് തന്നെ അവള് രാത്രി 12 മണിക്കൊക്കെ ഇറങ്ങി നടക്കും. എന്നിട്ട് രാത്രി റോഡിൽ ഇറങ്ങി നടക്കുന്ന ആമ്പിളാരൊക്കെ ഇവള് ഐജിയുടെ മോളാന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഇടിച്ചൊതുക്കും. ഇതേപോലെ ഒരു ദിവസം നമ്മുടെ ഗാരുവിന്റെ അടുത്ത് നിന്നിട്ട് രാത്രി 12 മണിക്ക് ആരക്കാച്ചാനാണ് അവിടെ നിൽക്കണേന്ന് വെച്ചിട്ട് ഗാരുവിനെ അടിക്കാൻ നോക്കും. ഗാരു അപ്പൊ തന്നെ ഇവളുടെ കൈ തിരിച്ചു പിടിച്ചൊടിച്ചിട്ട് നേരെ സെല്ലി കൊണ്ടിടും. അപ്പൊ ഇവള് ഗാരുവിന്റെ അടുത്ത് പറയും ഇവളുടെ ഡാഡി ഐജി ആണ്. അപ്പൊ ഗാരു പറയും ഐജിയുടെ കിണയെന്ന്. മര്യാദയ്ക്ക് അവിടെ കിടന്നില്ല, അടിച്ച് നിന്റെ കണ്ണ് പൊട്ടിക്കുന്നു പറയും. പിറ്റേ ദിവസം ഐജി വന്നിട്ട് ചോദിക്കും എന്തിനാണ് എന്റെ മോളെ അറസ്റ്റ് ചെയ്തതെന്ന്. അപ്പൊ ഗാരു പറയും സാറിന്റെ മോളാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അവള് പറയും ഇല്ല അറിഞ്ഞോണ്ടാണ് അച്ഛൻ എന്നെ അറസ്റ്റ് ചെയ്തതെന്ന്. എന്നിട്ട് അവള് പറയും ഗാരു സോറി പറഞ്ഞാലേ ഇവള് ജയിലിൽ നിന്ന് ഇറങ്ങുള്ളൂ. എന്നിട്ട് ഗാരു പതിപോലെ തന്നെ അവിടുത്തെ എന്നിട്ട് ഞാൻ സോറി പറയാന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഐ ലവ് യു എന്ന് പറയും. ഒന്നുമില്ലല്ലോ, ഇയാൾക്ക് ഇത്ര വയസ്സായില്ലേ? പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇയാൾക്ക് മൂക്കും. അറിഞ്ഞിട്ട പേരാ കാമേഷ് ഗാരു. എന്നിട്ട് അവള് പോവാൻ നേരത്ത് ഗാരു വീണ്ടും അവളുടെ മുഖത്ത് നോക്കി അവളെ തെറി വിളിക്കും. നീ മാമ പറ പോവേ വൃത്തികേട് ആണല്ലോ. നീ മാമ പറ കുറച്ചുള്ള എന്റെ ചെവിയിൽ ഒഴുക്കി. എന്റെ ചെവിയും ചെല്ലിതാറി. ചെവി മാത്രമല്ലടാ, നീ മൊത്തം അറിയാ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാട്ടുപണി ചെയ്യും. നമ്മുടെ നായിക പഠിക്കുന്ന കോളേജിൽ ഭയങ്കര പൂവാല ശല്യം. ഈ പൂവാലന്മാരെയൊക്കെ ഒതുക്കാനായിട്ട് അവിടുത്തെ പ്രിൻസിപ്പൾ നമ്മുടെ ഗാരുവിനെ വിളിച്ചു വരുത്തും. 2026 കണ്ട ഏറ്റവും മികച്ച തീരുമാനം. അവന്മാര് വെറും പൂവാലന്മാര്. പക്ഷെ നമ്മുടെ ഗാരു ഉണ്ടല്ല, ഗാരു സ്ത്രീ ലംബടനാണ്. ഇതൊരുമാതിരി മറ്റേ KP ഉമാറിനെ പേടിച്ച് TJ രവി എടുത്തു തന്ന അവസ്ഥയായി. എന്നിട്ട് ഈ ലംബടനായ നമ്മുടെ ഗാരു ഇതൊക്കെ മറച്ചു വെച്ച് നമ്മുടെ പൂവാലന്മാരെ തോന്നിട്ട് പൂവാലന്മാരെ ഉപദേശിക്കും. അപ്പൊ ആ പൂവാലന്മാര് ഗാരുടെ അടുത്ത് ചോദിക്കും നീ ഏതാടാ നായേ? ഇത് കേട്ടോടെ നമ്മുടെ ഗാരുവിനെ പൊളിയും. എന്നിട്ട് ഗാരു പെട്രോൾ ഒഴിച്ചവന്മാരുടെ ബൈക്കും കാറും ഒക്കെ കത്തിക്കും. എന്നിട്ട് ഗാരു വില്ലന്മാരെ കുനിച്ചിരുത്തി കുണ്ടിക്കിടിക്കും. അതിനിടയ്ക്ക് ഒരു പെണ്ണ് നമ്മുടെ ഗാരുവിനെ കാണും. എന്നിട്ട് ഗാരുവിന്റെ അടുത്ത് ചോദിക്കും ഗാരു എവിടെ ഉള്ളതാന്ന്. അപ്പൊ ഗാരു പറഞ്ഞ ഞാൻ ബോംബെയിൽ തന്നെ ഉള്ളതാണ്. ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ അതേപോലെ ഇരിക്കുന്ന ഒരു പ്രതിമയുണ്ട്, അയാളുടെ പേര് ചന്നകേശവ റെഡ്ഡിയാണെന്ന് പറയും. അപ്പൊ ഗാരു പറയും അതാരാന്ന് എനിക്കറിയില്ലെന്ന്. എന്നിട്ട് ഈ പെണ്ണ് നാട്ടിലേക്ക് അച്ഛനെ വിളിച്ചു പറയും നമ്മുടെ നാട്ടിലുള്ള പ്രതിമയിലുള്ള അതേ കണക്ക് ഒരാൾ ഇവിടെ ഉണ്ട്, പെട്ടെന്ന് ഒന്നാ കാണിച്ചു തരാന്ന് പറയും. അയാൾ അടുത്ത ട്രെയിനിൽ ചെന്ന് കയറി ബോംബെയിലേക്ക് വരും. അപ്പോഴാണ് ഫ്ലാഷ് ബാക്ക്. നമ്മുടെ ഗാരുവിന് ഒരു അച്ഛനുണ്ട്, ആ ആളാണ് ചന്നകേശവ റെഡ്ഡി. ആൾ 22 വർഷമായിട്ട് കാണാനില്ല. അപ്പോഴാണ് നമ്മുടെ ഡാഡി ഗാരുവിന്റെ ഇൻട്രോ. ഡാഡി ഗാരു 22 വർഷമായിട്ട് ജയിലിലാണ്. ഡാഡി ഗാരും 4 വില്ലന്മാരുമായിട്ട് മഴയത്ത് കിടന്ന് ഇടിയാണ്. എന്നിട്ട് ഈ വില്ലന്മാരെയൊക്കെ നമ്മുടെ ഡാഡി ഗാരു ഇടിച്ച് നിർത്തും. എന്നിട്ട് എസ്സെടുത്ത് എന്നിട്ട് പറയും സാറിന് അവന്മാർ തെറി വിളിച്ചോണ്ടാണ് അവന്മാരെ ഞാൻ ഇടിച്ചെന്ന്. എന്ത് നല്ല സ്നേഹമുള്ള നന്മയുള്ള ജയിൽ പുള്ളി, അഴുക്ക നായി. ഗാരു എന്തിനാണ് ജയിലിൽ കിടക്കണമെന്ന് ഗാരുവിന് അറിയില്ല. 22 വർഷമായിട്ട് ഗാരു ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗാരുവിന്റെ നാട്ടിലുള്ള ഒരു പോലീസുകാരൻ ജയിലറായിട്ട് തിഹാർ ജയിലിൽ ചാർജ് എടുക്കുന്നത്. ഗാരുവിനെ കണ്ടിട്ടുണ്ടെ ചന്നകേശവ റെഡ്ഡി നിങ്ങളോ? ഗാരു നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജയിലിനടുത്ത് തുറന്നു പറയും. ഗാരുവിന്റെ കഥ കേട്ട് ജയിലർ നേരെ ജഡ്ജി എടുത്ത് നിന്ന് കഥയൊക്കെ പറഞ്ഞ് ഗാരുവിനെ റിലീസാകും. അങ്ങനെ ഗാരു റിലീസാവുന്ന സമയത്ത് നമ്മുടെ ജയിലിന്റെ അടുത്ത് ഒരു 10,000 രൂപ കടവും വാങ്ങിച്ച് നേരെ ബാർബർ ഷോപ്പിൽ ചെന്ന് മുടിയും വെട്ടി താടിയും പഠിച്ച് മീശയ്ക്ക് ഓയിൽ വിട്ട് കുറച്ച് പ്ലാസ്റ്റിക് കവറും 2 തലങ്ങണയും വാങ്ങിച്ച് ഗാരു ഒരു ഫ്ലാറ്റിന്റെ മണ്ടയിൽ കയറി ഒളിച്ചിരുന്നിട്ട് നമ്മുടെ ഗാരു 2 തലണെടുത്ത് കാലിലും കെട്ടിട്ട് കവറെടുത്ത് കയ്യിൽ വിട്ടിട്ട് 10ാം നിലയിൽ നിന്ന് എടുത്ത് ചാടും. കാല് തലയണയും കയ്യില് പ്ലാസ്റ്റിക് കവർ ഉണ്ടായിട്ട് നമ്മുടെ ഗാരു അതിവിദഗ്ധമായിട്ട് രക്ഷപ്പെടും. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. ഗാരു 10ാം നിലയിൽ നിന്ന് അതിസാഹസ്യമായിട്ട് ചാടിയതൊക്കെ നമ്മുടെ കീരിക്കാടൻ ജോസിനെ കൊല്ലാനാണ്. ഗാരു എന്നിട്ട് നേരെ കീരിക്കാടൻ ജോസ് കിടക്കുന്ന മുറിയിലേക്ക് എന്നിട്ട് കീരിക്കാടൻ ജോസിനെ വിളിച്ച് എണീപ്പിക്കും.
ഗാരുവിനെ കണ്ടുടനെ നമ്മുടെ കിരിക്കാടൻ ജോസ് പേടിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവും. ഈ ഹാർട്ടിനെ ബലമില്ലാത്തനോ കൊല്ലാനാണോ കാര്യം ഈ 10ാം നിലയിൽ നിന്ന് ചാടി ഇത്ര റിസ്ക് എടുത്ത് ഇവിടെ വന്നത്? ഇവനെ കൊല്ലാൻ ഇത്ര റിസ്ക് എടുത്തതിനാ പറഞ്ഞത്? ഒരു പടക്കം എടുത്ത് ഇവന്റെ റൂമിലേക്ക് എറിഞ്ഞാൽ പോരെ? ഇവ ഹാർട്ട് പൊട്ടിത്തെറിച്ച് മരിക്കൂലേ? ഇയാള് ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തത് കണ്ടിട്ട് നമ്മുടെ ഗാരു ആകെ അപ്സെറ്റ് ആവും. എന്നിട്ട് ഗാരു നേരെ ഗാരുവിന്റെ നാട്ടിലേക്ക് ചെല്ലും. ഗാരുവിന്റെ നാട്ടിലേക്ക് ചെന്ന് ഗാരു കാല് കൊത്തിയ ഉടൻ തന്നെ അവിടുത്തെ നാട്ടുകാരൊക്കെ ഓടി വന്ന് ഗാരുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് കാലിലൊക്കെ വീണ് എന്നിട്ട് അവരെല്ലാം കൂടി ഗാരുവിന് പുതിയ ഷർട്ടും പാന്റും കണ്ണടയൊക്കെ കൊടുക്കും. പിന്നെ നമ്മുടെ ഗാരു എവിടെ പോയാലും 16 കാറും കൊണ്ടേ പോകട്ടാ. 6 കാറും അതിനിടയിൽ ഈ ബോറ് കാറും ഓവർ ആവോ മോനെ? കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. ഇതിന്റെയൊക്കെ കാശാര് കൊടുക്കും ഈശ്വര? അച്ഛൻ ഏതച്ഛൻ? ഇവന്റെ അമ്മയുടെ നായര്. ആരെങ്കിലോട്ടെ വരൂ. എന്നിട്ട് ഗാരു നേരെ ഗാരുവിന്റെ പഴയ വീട്ടിലേക്ക് എന്നിട്ട് അവിടെയുള്ള വില്ലന്മാർത്തൊക്കെ പറയും പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്ത് ഇറങ്ങി പോടാന്ന്. ഗാരുവിനെ കണ്ട് പേടിച്ച് വില്ലന്മാര് ഗാരു പറഞ്ഞ കണക്ക് തന്നെ ചെയ്യും. അപ്പൊ ഒരു 3 വയസ്സുള്ള കുട്ടി വന്നിട്ട് ഗാരുവിന്റെ കാലിൽ വീഴും. അപ്പൊ കൂടെയുള്ളവൻ പറയും ഇത് ഗാരുവിന്റെ പെങ്ങള് ദേവയാനിയുടെ മോളാണ്. ഈ വില്ലന്മാരിലെ ഒരു മൊണ്ണേനെയാണ് ദേവയാനിക്ക് കെട്ടിച്ചെടുത്തേക്കുന്നത്. ഈ ദേവയാനിനെ അങ്ങനെ കെട്ടിച്ചെടുക്കാൻ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. വലിയ കഥയൊന്നുമില്ല, എല്ലാ സിനിമയിലും ഉള്ള കണക്കന്നെ. 2 കുടുംബത്തിൽ 2 പേര് ഓടുക്ക തേടി എന്നിട്ട് അവസാനം ഒരുത്തം വന്നിട്ട് നമ്മുടെ ശത്രുതയൊക്കെ തീർക്കണമെങ്കിൽ നമ്മുടെ മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് കല്യാണത്തിന്റെ അന്ന് ഗാരുവിന്റെ അച്ഛനെയും അമ്മേനെയും കുടുംബത്തിലുള്ള എല്ലാവരും ഇവന്മാര് കൊല്ലും. എന്നിട്ട് ഇവന്മാരെല്ലാം കൂടെ ഗാരുവിനെ പിടിച്ച് ജയിലിലിടും. 14 പേരെ കൊന്നെന്ന് പറഞ്ഞിട്ട്. അടുത്ത വില്ലനാണ് നമ്മുടെ ദേവ്ജി. ദേവ്ജി ആന്ധ്രാപ്രദേശിലെ ഒരു ഹൈക്കോടതി ജഡ്ജാണ്. അതുകൊണ്ട് തന്നെ ദേവ്ജിനെ കൊല്ലാനായിട്ട് അതിവിദഗ്ധമായിട്ടൊരു പ്ലാനാണ് നമ്മുടെ ഗാരു ആസൂത്രണം ചെയ്യണത്. നമ്മുടെ ദേവ്ജി ഒരു ജഡ്ജാണല്ലോ, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർഡർ എന്ന് പറഞ്ഞിട്ട് ടേബിൾ ഇട്ട് ചുറ്റിക വെച്ച് അടിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാരു ബബിൾക്കത്തിൽ ഒരു റബ്ബർ ബോംബ് വെച്ചിട്ട് ചുറ്റിക അടിക്കുന്ന സ്ഥലത്ത് വെക്കും. എന്നിട്ട് 2 ഓൾഡ് കപ്പിൾസിനെ കൊണ്ട് അവിടെ വഴക്കുണ്ടാക്കും. അപ്പൊ നമ്മുടെ ജഡ്ജിയായി ദേവ്ജി ടേബിളിൽ ഓർഡർ എന്ന് പറഞ്ഞ് അടിക്കും. അപ്പൊ തന്നെ ബോംബ് പൊട്ടിത്തെറിച്ച് ദേവ്ജി മരിക്കും. അവസാനം വില്ലനെ രക്ഷിക്കാനായിട്ട് നമ്മുടെ പോലീസുകാരനെ ട്രാൻസ്ഫർ ചെയ്ത് വില്ലന്റെ സ്ഥലത്തേക്ക് വരുത്തിക്കും. എന്നിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറയും. ഡാഡിക്കാരനെ പിടിക്കാനായിട്ട് മകൻകാര് പത്രത്തിൽ പരസ്യം കൊടുക്കും, തള്ള ചത്തെന്ന് പറഞ്ഞിട്ട്. നല്ല അസലും മോൻ. പത്രത്തിൽ ചരമവാർത്ത പറഞ്ഞാൽ നമ്മുടെ ഗാരു ഭാര്യനെ കാണാൻ വേണ്ടി വരും. അപ്പൊ അതേ ഭാര്യ ജീവനോടിരിക്കണ്. അപ്പൊ ഗാരു മകനെ കുറിച്ചുള്ള കംപ്ലൈന്റ് ഭാര്യ അടുത്ത് പറയും. നീ ചത്തെന്ന് പറഞ്ഞിട്ട് ഇവൻ പോസ്റ്റർ അടിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്, ഇവൻ എന്നെ പറ്റിക്കണേർന്ന് പറയും. ഇത് കേട്ടോടെ നമ്മുടെ സൈക്കമ്മയ്ക്ക് ഭ്രാന്തളകും. എന്റെ ഭർത്താവ് എന്ത് വിചാരിച്ചു അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തള്ള നേരെ ചെന്നിട്ട് മരക്കൊമ്പിൽ ചെന്നിട്ട് വയറിടിച്ച് ആത്മഹത്യ ചെയ്യും. തള്ളേനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് തള്ള കാട്ടി വെച്ച് എന്നെ പടവും. തള്ളയ്ക്ക് അവിടെ വെച്ച് തന്നെ ഗാരു ശേഷക്രിയ ചെയ്യും. എന്നിട്ട് ഡാഡിക്കാരന്റെ ഫ്ലാഷ് ബാക്ക് കൂട്ടുകാരൻ മകൻകാരനെ വിവരിച്ചു കൊടുക്കും. ഇത് കേട്ടിട്ട് നമ്മുടെ ഗാരു കുഴപ്പമില്ല അച്ഛൻ പ്രതികാരം ചെയ്തോ, ഞാൻ കുറച്ച് കണ്ണടച്ചിന്നോളാന്ന്. ആ സമയത്ത് വേറെ പോലീസുകാർ വന്നിട്ട് നമ്മുടെ ഗാരുവിനെ അറസ്റ്റ് ചെയ്യും. ജയിലിൽ നമ്മുടെ ഗാരുവിനെ കൊല്ലാനായിട്ട് അവര് പൊന്നമ്പലത്തിന് ഇറക്കും. പൊന്നമ്പലം നിക്കറൊക്കെ ഇട്ട് വന്നിട്ട് ഗാരുവായിട്ട് ഫൈറ്റ് ചെയ്യും. ആ ഫൈറ്റിൽ പൊന്നമ്പലത്തിനെ മലത്തിടിച്ച് നമ്മുടെ ഗാരു രക്ഷപ്പെടും. എന്നിട്ട് ഗാരു ഒരു കുന്നിന്റെ മണ്ടേന്ന് ജീപ്പ് ചാടിച്ച് വില്ലന്റെ സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് ജീപ്പ് ഇടിച്ചിറക്കും. എന്നിട്ട് അവിടെ മെയിൻ വില്ലനുമായിട്ട് ഗാരു ഫൈറ്റ് നടത്തും. ഫൈറ്റിന്റെ ഇടയിൽ ഗാരു തോക്കെടുത്ത് വില്ലനെ വെടിവെക്കും. പക്ഷെ ഒരു വെടി പോലും കൊള്ളൂല, കാരണം ഗാരുവിന് നല്ല ഉന്നമാണ്. പക്ഷേ നമ്മുടെ വില്ലനെ പോക്കറ്റിന്റെ ഇടയിൽ കൂടെ വെടിവെക്കും നമ്മുടെ മകൻ ഗാരു. അങ്ങനെ വില്ലൻ ചാവും. എന്നിട്ട് ഡാഡിക്കാര് കുറ്റം ഏറ്റെടുക്കും, ജയിലിലേക്ക് പോകും. മകൻകാര് ഇവിടുത്തെ നാട്ടാമയാവും, എല്ലാവരും രക്ഷിക്കും. അങ്ങനെ പടം കഴിഞ്ഞ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ വഴി മാറി.